നമസ്കാരം. ഇപ്പോൾ അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ തിരിച്ചെത്തുകയാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾക്ക് മലയാളികൾക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ തേച്ച് മിനുക്കി സുന്ദര കുട്ടപ്പനായി ക്ലീൻ ചീട്ട് കൊടുത്ത് ഇറക്കിയതിന് പിന്നിൽ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പങ്ക് ചില്ലറയൊന്നുമല്ല. അദ്ദേഹം ഒരാളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു തീട്ടത്തിനെയും തങ്കമാക്കാൻ അദ്ദേഹം മിടുക്കനാണ്. എന്നാൽ അതേസമയത്ത് നാസിലിനെ ഇപ്പോൾ നാറ്റിച്ച് ചവിട്ടി തേച്ച് നാമാവിശേഷമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം, ഈ ചെക്ക് കേസിൽ രണ്ട് രീതികളുണ്ട്. ഇൻ കേസ് അത് കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ വാദിഭാഗം പ്രതികരിച്ചില്ലെങ്കിൽ, അതിൻ്റെ കറക്റ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ചെക്ക് കേസ് തള്ളും. അപ്പോൾ അതിൻ്റെ പിന്നിൽ കോംപ്രമൈസ് നടന്നോ, പൈസ സെറ്റിൽമെന്റ് നടന്നോ എന്നുള്ളതൊക്കെ ബാക്കിയുള്ളവർ അന്വേഷിക്കട്ടെ. പക്ഷേ അരിയാഹാരം കഴിച്ച് നടക്കുന്ന കേരളത്തിലെ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഇത്രയും ആൾക്കാർ ഒന്നടങ്കം ഒരു മണ്ടന്മാരായതുകൊണ്ടല്ലല്ലോ നാസിലിനെ അല്ലെങ്കിൽ നാസിൽ എന്ന് പറഞ്ഞ പയ്യനെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം ജയിലിൽ കിടന്നില്ലെന്നും അദ്ദേഹം ഇങ്ങനെ ഒരു പീഡനങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അതിന് തുഷാർ കാരണക്കാരനല്ല എന്ന് പറഞ്ഞാലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 95% വരുന്ന SNDP ആൾക്കാർ ഈ പറയുന്ന ഇദ്ദേഹത്തെ വെറുക്കുന്നുണ്ട്. എന്നാൽ ഈ തുഷാർ വെള്ളാപ്പള്ളിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം, അതിനകത്ത് നടന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മുസ്ലിം ലീഗിലൊക്കെ കുഞ്ഞാലിക്കുട്ടി ജയിക്കാൻ സമയത്ത് കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ജയിക്കുന്ന സമയത്തൊരു ഒരു ഒരു ടാറ്റിക്സ് ഇറക്കും. നമ്മുടെ ആളെ ജയിപ്പിക്കണമെന്ന് പറയും. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഇതിൽ നിന്നാണ് കേരളം കൂടുതലായിട്ട് കണ്ടത്. അതുപോലെ ഒരു ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട്, നാസിൽ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ജാതി വർഗീയത SNDPക്കകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. SNDPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രീതി നടേശനോടും വെള്ളാപ്പള്ളി നടേശനോടും SNDPക്ക് അതിനകത്ത് ആൾക്കാർക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അതൊരു വൈകാരികമായ ഒരു ബന്ധമാണ്. കരുണാകരനോട് ഉള്ള ആ ബന്ധം പത്മജയോടും ഈ പറയുന്ന മുരളീധരനോടും കോൺഗ്രസ്സുകാർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ചാച്ചാജിയോട് എന്ന് പറയുന്ന നമ്മുടെ മുൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്, അദ്ദേഹത്തിന് ഉള്ള ഒരു ആക്സെപ്റ്റൻസ്, ആ ഒരു വൈകാരിക ബന്ധം കോൺഗ്രസ്സുകാര് ഇത് രാഹുൽ ഗാന്ധിയോടും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയോടും അവരുടെ രാജീവ് ഗാന്ധിയോടും ഇന്ദിരാഗാന്ധിയോടും ഒക്കെ കാണിച്ചു പോയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ബന്ധമാണ് ഈ ഒരു 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 അറ്റാച്ച്മെന്റ് ഈ പറയുന്ന തുഷാറിനോട് ഇവർക്കുണ്ട്. ആ ബന്ധമാണ് ഇവിടെ മുതലെടുക്കുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ട് അല്ല അദ്ദേഹം ഇപ്പം നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന് ഇതൊരു ബിസിനസ്സായിട്ടും വളരെ കണ്ണിങ് ആയിട്ടും ഇത് കൊണ്ടുപോകണം. അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് തന്നെ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഇവിടുത്തെ സഹാക്കന്മാരും ബാക്കിയുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ BJDS എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, BJPയുടെ കൂടെ നിൽക്കുമ്പോൾ, ഈ BJDS ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വളർത്തുമകനായ നിർമ്മലൻ എന്ന് പറയുന്ന അദ്ദേഹം UDFന്റെ ഭാഗമായിട്ടൊരു ഇത് അതിൻ്റെ ഇടയിൽ പിളർന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാരും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഭരണം ഇപ്പോൾ UDFന് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാലം കിടക്കണം എന്ന് വെള്ളാപ്പള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി പിണറായിയുടെ കൂടെ നിൽക്കുന്നു, വെള്ളാപ്പള്ളിയുടെ മകൻ ഇതിൻ്റെ കൂടെ കേന്ദ്രത്തിൻ്റെ കൂടെ BJPയുടെ കൂടെ നിൽക്കുന്നു. അത് മാറിയിട്ട് അതിൻ്റെ അടുത്ത് വളർന്നൊരു ഭാഗമായിട്ട് UDFന്റെ കൂടെ വളർത്തുമകൻ നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇതിൽ ജനങ്ങളെ ഇത്രയും പൊട്ടന്മാരായി പോയതിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം കേരളമായി, കേരളത്തിലെ ആൾക്കാരായി, അവരുടെ നേതാക്കളായി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുള്ളൂ. ഇതെല്ലാം മണി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഇതിനകത്തൊന്നും ധർമ്മവും നീതിയും ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ തുഷാറിന്റെ ബാക്കിയുള്ള കർമ്മശുദ്ധി അല്ലെങ്കിൽ തുഷാറിന്റെ മറ്റ് സ്വഭാവശുദ്ധി ഇതെല്ലാം അറിയുന്ന ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ടെന്നും ഇവരെല്ലാവരും എപ്രകാരമായിരിക്കും അടുത്ത ഇലക്ഷന് പ്രതികരിക്കുക എന്നും പിണറായി വിജയനെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. കാരണം പണ്ടത്തെ സ്റ്റൈലിൽ അല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ കാല സിസ്റ്റമാണ്. P1 P2 കമ്പ്യൂട്ടർ പോലെയാണ്. ഇന്ന് ഇവിടുത്തെ ആൾക്കാർ P7 P8 ഒക്കെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക.
ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേരളത്തിൽ ഇപ്പോൾ ഒരു മന്ത്രിസഭയെ കുറച്ച് നാൾ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അത് ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. പക്ഷേ നമ്മൾ ഈ ചതിയന്മാരെ കൂടെ നിന്ന് ചതിക്കുന്നവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് ജനങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്. അത് അടുത്ത ഇലക്ഷൻ അത് കാണിച്ചിരിക്കും. പക്ഷെ എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും ഒക്കെ ചുമക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം പാലിക്കാതെ രാഷ്ട്രീയം കളിച്ച് ഈ പറയുന്ന ആൾക്കാരുടെ എത്രയോ ഈഴവരുടെ കപ്പ വിറ്റുണ്ടാക്കിയ പൈസയും വെട്ടിച്ച് ഈ ഉപജീവനവും തടസ്സപ്പെടുത്തി എല്ലാവരെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തെയും ആ ഗ്രൂപ്പിനെയും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ എത്രമാത്രം നീചനാണ്, അല്ലെങ്കിൽ എത്രമാത്രം മനസാക്ഷി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നാസിലിനെ സാമ്പത്തികമായ നേട്ടങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഒഴിവാക്കി സഹായിച്ച ഒരു വ്യക്തിയുടെ കർമ്മശുദ്ധിയെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞ് നമ്മൾ സ്വയം നാറേണ്ട ആവശ്യമില്ല. എന്നാലും ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കും. ഇതെല്ലാം അടുത്ത ഇലക്ഷന് തിരിച്ചടിയായി വരും. ഇപ്പോൾ ഉള്ള ഈ പ്രഹസനങ്ങളും വാക്കായിട്ട് പറയുന്നതും ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് നിൽക്കുന്ന ഇതൊന്നും അധികം നാളെ ഉണ്ടാവില്ല. ഇത് കാലം തന്നെ ഇതിനുള്ള മറുപടി തരും.